ശ്രീ കെ വി എസ് പറയുന്നത് ശരിയാണെങ്കിൽ ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ജവഹർലാൽ നെഹ്റുവിന് മാത്രം ഇന്ത്യ സമ്മാനിച്ച ഒരു വിജയമായിരിക്കും അത്. അല്ല, ശ്രീ നികേഷ് കുമാർ അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. ഇതൊരു ഹിസ്റ്റോറിക് ഇലക്ഷൻ ആവില്ല, മറിച്ച് ഇതൊരു റെപ്പറ്റീഷൻ ഓഫ് ഹിസ്റ്ററി ആയിരിക്കും. 2004 ഹിസ്റ്ററി പുനരാവിഷ്കരിക്കപ്പെടുക അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറും. 2004 എന്തായിരുന്നു ബി ജെ പിയുടെ ആത്മവിശ്വാസം? ഷൈനിങ് ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ബി ജെ പി ഗവൺമെന്റ് താഴെ പോകുമെന്ന് പ്രതിപക്ഷത്ത് ഉള്ള നേതാക്കൾ പോലും വിശ്വസിക്കാതിരുന്ന ഒരു സമയത്ത് ഒരു സൈലന്റ് തരംഗം, ഒരു നിശബ്ദ തരംഗം ആ സർക്കാരിനെതിരായിട്ട് അലയടിച്ചത് തിരിച്ചറിയാൻ അന്നത്തെ ബി ജെ പി നേതൃത്വത്തിന് സാധിച്ചില്ല. അത് തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. നോക്കൂ, ഒന്നാമത്തെ ഘട്ടത്തിൽ വന്നപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി എന്ന് ഈ പിള്ളേർ എംപോസിഷൻ എഴുതുന്ന പോലെ മോദി എത്ര തവണ പറഞ്ഞു? അവിടം വിട്ട് തൃശ്ശൂരിന്റെ ബൗണ്ടറി വിട്ടതിന് ശേഷം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദി എവിടെയെങ്കിലും മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞോ? നരേന്ദ്രമോദി എവിടെയെങ്കിലും നോക്കൂ, ഞാൻ പണിത പാലം നോക്കൂ, ഞാൻ പണിത കോളേജ് നോക്കൂ എന്ന് പറഞ്ഞോ? വിദ്വേഷ പ്രസംഗത്തിന്റെ അയ്യര് കളിയാണ് അതിനുശേഷം മുമ്പ് എങ്ങും കാണാത്ത രീതിയിൽ നമ്മൾ കാണുന്നത്. എവിടെയാണ് പ്രശ്നം? ഒന്നാമത്തെ ലാപ്പിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് 3% കുറവാണ് പോളിംഗിൽ ഉണ്ടായിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് 2.5 to 3% പോളിംഗ് കുറവുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പോളിംഗ് കുറവുണ്ടാവുന്നത്? ഒരു ഹൈ വോൾട്ടേജ് പ്രചരണം അത് ഏൽക്കുന്നില്ല. 2014-ലും 2019-ലും ഉള്ളതുപോലെ മോദി ഫാക്ടർ എന്ന് പറയുന്ന ഒരു സാധനം, ആ ഹൈ വോൾട്ടേജ് പ്രചരണം ഉണ്ടല്ലോ, അത് ഏൽക്കുന്നില്ല എന്ന് വളരെ കൃത്യമായി ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. വളരെ കൃത്യമായി അവരുടെ വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക്, പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നത്. ശരി, വ്യക്തമാണ്. Debate with M. V. Nikesh Kumar.